കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തൊന്ന് തോർന്നിരിക്കും കേട്ടോ. അപ്പോൾ മഴ പെയ്ത് തോർന്ന ആ സമയത്ത് നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ ഏലത്തിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴ പെയ്യുമ്പോൾ ഏലത്തിന് ചീച്ചിലിയേടും കാര്യങ്ങളൊക്കെ പിടിക്കാറുണ്ട്. നമ്മൾ പ്രോപ്പർ ടൈമിൽ മരുന്നൊക്കെ അടിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ പോലും നല്ല തണുപ്പൊക്കെ ആകുമ്പോഴേ ആ ഒരു അസുഖം കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ട് തന്നെ വരും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വാക്കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് പണിയുണ്ടെങ്കിൽ മഴ ഇപ്പോൾ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ തോർച്ചയിലൊന്ന് കുറച്ച് ചെയ്യുവാണെങ്കിൽ അത്രയൊന്നും ആവുമല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയിലൊക്കെ അത്യാവശ്യം നോക്ക് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ഒക്കെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഒക്കെ ഉണ്ട്. കായൊക്കെ ആയാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ കേടും കാര്യങ്ങളൊന്നും അപ്പോൾ കൈയൊക്കെ ഒന്ന് നമുക്ക് ഒരുക്കി കൊടുക്കാനൊക്കെ ആയിട്ടപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, മൊത്തം നമ്മുടെ ഏലത്തിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കുന്നത്. അപ്പോൾ കൈ ഒരുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഉണങ്ങിയതുണ്ടല്ലോ, ഇപ്പോൾ ഇത് പച്ചയാണ്. അപ്പോൾ ഉണങ്ങിയ ഇതേപോലത്തെ രണ്ടുകളൊക്കെ ഇങ്ങനെ പൊളിച്ച് കളയണേനായിട്ട് നമ്മൾ കൈയൊക്കെ ഒരുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടാൽ അതിനനുസരിച്ച് അടുത്ത ചിമ്പും കാര്യങ്ങളൊക്കെ പൊട്ടി മുളിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഉഷാറായിട്ട് കയറി വരും. അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ഈ ഒരു ടൈമിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചീച്ചിലിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ചെയ്യും നമ്മുടെ ഒരു ഏലത്തിന്. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് എന്തായാലും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി എല്ലാം ഒന്ന് സെറ്റായിട്ട് മതി ആ ഒരു പണിയൊക്കെ. ബാക്കി നമ്മൾ മരുന്നൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വളങ്ങളൊക്കെ ആയാലും പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി ഏലത്തിൻ്റെ പൂവ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേനും ഏലത്തിൻ്റെ കായൊക്കെ എടുക്കാൻ തുടങ്ങും കിട്ടും അപ്പോഴത്തേനും. അപ്പോൾ ഇപ്പോൾ ഉള്ള കായൊക്കെ മൂത്ത് വരുന്നതിനുള്ളൂ. അപ്പോൾ എന്തായാലും മൂക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് പതുക്കെ എടുത്ത് തുടങ്ങണം. ചെറിയ രീതിയിലൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ചിറകിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെ പൂവിന്. അപ്പം നല്ല ഉഷാറായിട്ട് തന്നെ കയറി വരട്ടെ. അപ്പോൾ ഇനി നമുക്കിവിടെ പറമ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ മെയിൻ പണി വേറെ ഒന്നുമല്ല, മഴ കുറച്ച് തോന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മരത്തിൻ്റെ കമ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിൽ മഴ തന്നെയായിരുന്നല്ലോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നതിനനുസരിച്ച് ഇങ്ങനെ പറമ്പിൽ വന്നിട്ട് കോതി കൂട്ടാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ഏലത്തിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വിട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കോതി കൂട്ടാം കേട്ടോ. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിലേ അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി എടുക്കാമായിരുന്നു. പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ കത്തുന്നതും കൂടി ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ വെള്ളം കുളിച്ച് കിടക്കുവാണേ. എന്തായാലും നമുക്കിത് ഇവിടേക്ക് കോതി കൂട്ടാം കുറച്ച്. നന്നായിട്ട് നമുക്ക് കട്ടി കഴിഞ്ഞാൽ ചൊറിഞ്ഞ് ഓടേണ്ടി വരും കേട്ടോ. അതേപോലെ ചൊറിയണത്തിൻ്റെ ഇതൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയാലും ചീച്ചിലിയോടും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാതെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇതാ പകുതി മുക്കാലോളം ഏലത്തിലേക്ക് നന്നായിട്ട് ലയിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇട്ട് കൊടുക്കുമ്പോൾ അതിനിപ്പോൾ നല്ല വേനൽക്കാലം കൂടി ആകുന്ന ടൈമിൽ നല്ലൊരു തണുപ്പാണ് കേട്ടോ നമ്മൾ നനച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ചപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല മഴയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ നീക്കി കൊടുക്കാറാണ്. കാരണം ചപ്പും കൂടി കിടക്കുമ്പോൾ നല്ല മഴയും കൂടി പെയ്യുമ്പോൾ നന്നായി തണുപ്പ് കയറിയിട്ട് ചീച്ചിലിയോടൊക്കെ പെട്ടെന്ന് തന്നെ വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചപ്പുകളൊക്കെ നീക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ചപ്പൊക്കെ ഇങ്ങനെ മാറ്റുമ്പോഴത്തേനും നോക്കി ആ ഒരു ഏലത്തിൻ്റെ ഒരു പുതിയ പുതിയ സിമ്പുകളൊക്കെ അടിച്ച് വരുന്നതാണ്. ഇതിലൊക്കെ നന്നായിട്ട് തന്നെ കൈ ഒരുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് അങ്ങനെ ഒരുക്കുന്നില്ല. എന്നാലും നമുക്ക് ഒരുപാട് ഇതിൻ്റെ പണികൾ ഇപ്പോൾ ചെയ്താലേ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ഈ ഏലം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസീസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ടൈമിൽ മരുന്നടിക്കലും കാര്യങ്ങളൊക്കെ കറക്റ്റായ ടൈമിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഇപ്പോൾ ഫംഗസ് ആയാലും ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ ഫംഗസിൻ്റെയൊക്കെ നമുക്ക് ഈ ഒരു ഇലകളുടെ അടിയിൽ വൈറ്റ് കളറിലൊരു ഫംഗസിൻ്റെ സംഭവമാണ്. അപ്പോൾ എന്തായാലും അതിന് നമ്മൾ മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് കുളിപ്പിച്ചിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ അതൊരു ഫംഗസൊക്കെ ഫുള്ളായിട്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം നമ്മളൊരു തുടക്കത്തിൽ തന്നെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെന്നുണ്ടെങ്കിൽ ഫുൾ എല്ലാത്തിനും ഇങ്ങനെ സ്പ്രെഡ് ആവും. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തായാലും പ്രോപ്പർ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നമുക്ക് ഇതിൻ്റെ ചോട്ടിലുള്ള കുറച്ച് ചപ്പൊക്കെ ഒന്ന് നീക്കട്ടെ കേട്ടോ. ഇന്നെന്തായാലും കുറച്ച് മഴ കുറവുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. അതായത് നമുക്ക് രാവിലെ കുറച്ചൊന്ന് ചാറിയെങ്കിലും പിന്നെ നന്നായിട്ട് കുറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒന്ന് നന്നായിട്ട് അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ പെയ്തു കേട്ടോ. ഇപ്പോൾ ഇതാ വീണ്ടും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പണികളൊക്കെ ആയാലും പറമ്പിലൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി അപ്പോൾ താഴേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ
ശര അടിച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം എന്താ ഇതൊക്കെ ശരമാട്ടോ, ഈ വേര് പോലെ കാണുന്നതൊക്കെ ശരമായിട്ട് മാറുവേ. അതേപോലെ തന്നെ ഇതിനാട്ടോ നമ്മൾ ചിമ്പ് എന്ന് പറയാം. അതായത് ഈ മേളിലേക്ക് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിനെ ചിമ്പ് എന്നും അതേപോലെ തന്നെ ഇത് ശരം. അപ്പോൾ കുറേ പേർക്ക് അറിയുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ ഏലത്തിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് അറിയാത്തതും അതുപോലെ തന്നെ ഏലമൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിട്ടുള്ള നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏലത്തിൻ്റെ പൂവ്. ഇതിനെയാട്ടോ കൊത്ത് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏലക്കായ ഉണ്ടാവുന്ന ആ ഒരു ഭാഗം, ഈ ഒരു ശിരത്തിൽ നിന്ന് പോയിരിക്കുന്ന ആ ഒരു ഇങ്ങോട്ടേക്ക്, ഇതാട്ടോ കൊത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് ഏലക്കായ ഉണ്ടാവാറ്. അപ്പോൾ ഇതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ, കുറച്ചുകൂടി ഒന്ന് മൂക്കാനുണ്ട്. അപ്പോൾ എന്തായാലും മൂക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ പറിക്കാം. അപ്പോൾ കുറച്ച് കരിയിലുകളുണ്ട്, അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ പുതിയ പുതിയ ചിമ്പൊക്കെ മുളച്ച് വരുന്നുണ്ട്, ചെറിയ ചിമ്പാട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മേളിലേക്ക് ഇങ്ങനെ മുളച്ച് കയറും. അങ്ങനെ എന്തായാലും നമ്മുടെ ഈ ഏലത്തിൻ്റെ ചുവട്ടിലുള്ള ചപ്പൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് കൈയോടെ നമ്മൾ ഈ ഒരു ടൈമിൽ മാറ്റിയിടാന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പണിയായിരിക്കും. കാടാണെങ്കിലോ നമ്മളെക്കാൾ ഹൈറ്റിലായിട്ട് ചില സ്ഥലത്തൊക്കെ കാട് കയറി വരുന്നത്. അപ്പോൾ ഒരു 2 മാസം ഹൈറ്റ് വിട്ട് നമ്മൾ മെഷീൻ വെച്ചിട്ടായിട്ട് ഇവിടെ ഫുൾ തന്നെ കാട് ക്ലിയർ ചെയ്തിട്ട്. പക്ഷെ നല്ല മഴയാണ്. ഈ ഒരു മഴയ്ക്ക് പിന്നെ കാട് കയറാൻ വേണ്ടി എക്സ്ട്രാ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല മഴ പെയ്യുമ്പോൾ പിന്നെ കാട് നല്ല ശക്തിക്കായിട്ട് കയറി വരുന്നത്. പിന്നെ ഇത് ഫുള്ള് നമുക്ക് കളയണം. അപ്പോൾ ഏലത്തിൻ്റെ പണിയൊക്കെ നമുക്ക് നല്ല മഴയൊന്ന് കുറച്ച് വിടുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യണം. പാടം തല അതിന് മുന്നായിട്ട് നമുക്ക് കളയണം. അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ ഇപ്പോൾ കൊടിയുടെ ഇടയിൽ പണിയെടുക്കാനാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പറമ്പിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ കാടുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. എന്തായാലും കാട് നമുക്കൊന്ന് കളയാം. ഇതൊക്കെ നമ്മളെ കൊടി ഇടാൻ വേണ്ടിയിട്ട് നട്ടതാണ്. എന്തായാലും ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. നമ്മൾ ശീമക്കൊന്നിൽ നട്ട് ആദ്യമൊക്കെ നമ്മൾ ശീമക്കൊന്നിൽ തന്നെ ആട്ടോ കൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ശീമക്കൊന്ന പെട്ടെന്ന് തന്നെ ഒരു 2-3 വർഷം ആകുമ്പോഴത്തേനും പിന്നെ റൗണ്ടായിട്ട് അവിടെ വെച്ച് പുഴു തിന്ന് അവിടെ കട്ടായി പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ പഴയ ശീമക്കൊന്നിൽ ഓൾറെഡി ഇട്ടത് നിലവിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഇപ്പം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ മുരിക്കും അതേപോലെ തന്നെ സിൽവറിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കൊടി കയറിപ്പോയിട്ട്. അപ്പോൾ ഈ ഒരു കൊടി നമ്മൾ മുരിക്കിലാണ് നട്ടുള്ളത്. അപ്പോൾ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈറ്റിൽ കയറിപ്പോയിട്ടുണ്ട് അല്ലേ. മുരിക്ക് നല്ല ഹൈറ്റിൽ പോയിടുമ്പോൾ മുരിക്ക് നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ കോതി വിടാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കൊക്കെ പോയി തുടങ്ങുമ്പോഴേ ഒരു ചെറിയൊരു കമ്പ് നിർത്തിയിട്ട് അങ്ങനെ കോതി വിടാറാണ്. അങ്ങനെ ചെറിയൊരു കമ്പ് നിർത്തുമ്പോൾ അത് ഉണങ്ങി പോവില്ല, ഒരുപാടങ്ങ് ഹൈറ്റിൽ പോവില്ല. തോട്ടിലൊക്കെ നമുക്ക് മഴ പെയ്തപ്പോൾ നല്ല ശക്തിക്ക് നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്രാവശ്യം വെച്ച് കൊടുത്ത് നമ്മുടെ വാഴകളാണ്. അപ്പോൾ വാഴകളൊക്കെ നല്ല ഉഷാറായി കയറി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ ആ തോട്ടിക്കൂടി വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ട് നന്നായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു വളം കഴിഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ഒരു 2-3-4 ഇലയൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായി കയറി വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഫാക്ടംബോസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മഴയും കൂടി ഇങ്ങനെ ചാറ്റൽ മഴ അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് വളമൊക്കെ ആയാലും നന്നായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വാഴയിലൊക്കെ പിടിക്കാനൊക്കെ നല്ലൊരു അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഴ ഇല്ലാത്ത സമയത്തൊക്കെയാണ് വളം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെച്ചൊരു ടൈം. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെയാണ് നമ്മൾ വാഴ വെച്ചിട്ട് ഇതേപോലെ മഴ എന്തായാലും കുറവായിരിക്കുമല്ലോ വേനൽക്കാലം ആകുമ്പോൾ. അപ്പോൾ നമ്മൾ വളം കലക്കി ഒഴിക്കാനാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് പിടിക്കുക. ഇപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നല്ല മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെരുപ്പ് ഊരി വെച്ചിരിക്കുകയാണ്, കാരണം നമുക്ക് അത്യാവശ്യം തെന്നലാട്ടോ നമ്മുടെ ഈ ഒരു മണ്ണെന്ന് പറയുന്നത്. നല്ല ചുമന്ന മണ്ണായതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ ഗംബൂട്ട് എടുത്തില്ല കേട്ടോ, സാധാ ചെരുപ്പാണ് ഇട്ടിട്ടാണ്. അപ്പം എന്നാലും നന്നായിട്ട് തെന്നോട് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാടൊക്കെ ഈ അടുത്ത് തന്നെ നന്നായിട്ട് വാഴ വെക്കുന്നതിന് മുന്നായിട്ട് തന്നെ സ്ഥലമൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് വാഴ വെച്ചത്. അതുകൊണ്ട് തന്നെ കാടൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്, എന്നാലും വലിയ രീതിയിൽ കാടൊന്നുമില്ല. അപ്പോൾ ഇവിടേക്ക് നല്ല സെറ്റായിട്ട് കിടക്കുവാണ്. പിന്നെ എന്തായാലും കാട് വരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല അത് ആദ്യം ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് വരാം, കാരണം ഇവിടെ കാട് വരുന്നല്ലേ ഉള്ളൂ.
കൃഷി ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരില്ല. അപ്പോൾ കാലാവസ്ഥപരമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയം നമുക്കിവിടെ അറിയാമല്ലോ, നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയണം നമ്മുടെ ഇവിടെ എത്രത്തോളം കോടയുണ്ട്. ആ ഒരു കോട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൃഷിയിടത്തിൽ പണി തരാറുണ്ട്. വേറെ ഒന്നല്ല, നമുക്ക് ഈ കവുങ്ങിനും തെങ്ങിനൊക്കെ കോട നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കി ഈ ഒരു കവുങ്ങൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കായൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കായ കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ കുറച്ച് ടാസ്ക് ആട്ടോ ഇവിടെ കോട മൂടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു തെങ്ങായാലൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഹൈറ്റുള്ള തെങ്ങാണ് ഇല്ലേ അത്. അതൊരു ഷേപ്പിന് നല്ല രീതിയിൽ വളഞ്ഞു വളഞ്ഞൊക്കെ ആട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ട പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കവുങ്ങും തെങ്ങൊക്കെ ഇതേപോലെ മണ്ട പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ഈ കോട ഇങ്ങനെ മൂടിയിട്ടാണേ. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഈ ഒരു കവുങ്ങൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള കവുങ്ങുകളൊക്കെയാണ്. കവുങ്ങായാലും തെങ്ങാണെങ്കിലൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പണിക്ക് ആളെ കിട്ടാനൊക്കെ നല്ല ടാസ്ക് ആട്ടോ ഇവിടെ. നമുക്ക് കവുങ്ങിൽ കയറിയിട്ട് അടയ്ക്ക് പറിക്കാനൊക്കെ ഒന്നാമത് ഇത്രയും ഹൈറ്റുള്ള കവുങ്ങിലൊക്കെ കയറാനാണെങ്കിലും ആൾക്കാരെ ഭയങ്കര പാടായിട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ. ഇനി വന്നാൽ തന്നെ ചിലത് കയറും, ചിലർ കയറുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും ഹൈറ്റുള്ള കവുങ്ങല്ലാതെ നമ്മൾ പുതിയതായിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പണിക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തന്നെ തോട്ടിക്ക് വലിച്ചിടുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ താഴെ വീഴണ്ടേ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മരുന്നടിച്ചില്ല കറക്റ്റ് ടൈമിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം പറിക്കാനുണ്ടാവില്ല കേട്ടോ. കാരണം ആ കോട തന്നെയാണ്. അപ്പോൾ കാറ്റും കോടയും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നോക്കി ഇതേപോലെ കേട്ടോ അടയ്ക്കകൾ നോക്കി ചെറിയ ഒരു അടയ്ക്കയുടെ ഒരു ഫോമിലേക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേനും ഫുള്ള് ആ നിലത്ത് പതിഞ്ഞ് കിടക്കുവാണല്ലോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ മരുന്ന് അടിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ മരുന്നുകൂടി അടിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലേക്ക് നമുക്ക് അടയ്ക്ക് പിടിച്ച് കിട്ടാൻ ഭയങ്കര ടാസ്ക് തന്നെയാട്ടോ. ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുമ്പോൾ എന്നാലും നമ്മൾ അല്ലെങ്കിൽ അതായത് നിർത്തില്ല കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ട് പരമാവധി ശ്രമിച്ച് നമ്മൾ കറക്റ്റ് ടൈമിൽ ഒരു 2-3 വട്ടമൊക്കെ നമ്മൾ മരുന്ന് അടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആണെങ്കിൽ നമുക്ക് മഴയാണെങ്കിൽ എപ്പോഴാണ് വരിക എന്നല്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പശ കൂട്ടിയിട്ടാണ് നമ്മൾ തിരിച്ചുണ്ടാകുമ്പോൾ കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കാറ്, പശയും കൂടി മിക്സ് ചെയ്തിട്ട്. അങ്ങനെ ആകുമ്പോൾ മഴ പെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അടിക്കുമ്പോൾ പെട്ടെന്നൊന്ന് മഴ പെയ്താലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം പശ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഞാൻ മരുന്ന് അതിലേക്ക് പിടിച്ചത്. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ മരുന്നൊക്കെ അടിച്ച് നല്ല സെറ്റാക്കിയിട്ട് നിർത്തിയിരിക്കുക. എന്നിട്ട് അത് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കൊഴിഞ്ഞിറങ്ങും. അപ്പോൾ എല്ലാ കവുങ്ങിനും ചൂടുള്ള തന്നെയായിട്ട് അവസ്ഥ. അപ്പോൾ എന്തായാലും ഒരുപാട് ഇങ്ങനെ നിറച്ചുണ്ടായാൽ പോലും എല്ലാം ഒന്നും പിടിക്കില്ല, കുറച്ചൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ കോട മൂടിയിട്ടുണ്ട്, അതൊരു പ്രശ്നമാട്ടോ അത്. ഇപ്പോഴാണെങ്കിൽ മഴയുടെ ഒപ്പം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇടിയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇടിയൊക്കെ വരുന്ന സമയത്താണല്ലോ നമുക്ക് നമ്മുടെ പറമ്പിലുള്ള കൊടകളൊക്കെ ഇങ്ങനെ മുളച്ച് വരും നമ്മുടെ കൂണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കൂൺ കിട്ടിയ കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളാണെങ്കിൽ രാവിലെയൊക്കെ വന്ന് നോക്കൂട്ടോ പറമ്പിലൊക്കെ, പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടേ ഇല്ലാട്ടോ കൂണ്. എന്താണെന്നറിയില്ല, നമുക്ക് പണ്ടൊക്കെ ഒരുപാട് കൂണൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അങ്ങനെ കൂണ് കിട്ടാറില്ല കേട്ടോ. അപൂർവമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ 1-2 കിട്ടിട്ടോ. 1-2 കിട്ടിയാലും നമ്മളത് ചുട്ടിട്ടൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കൂൺ കിട്ടിയ കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമുക്ക് കൂൺ കിട്ടിയില്ല, എന്നാൽ പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട് പറിച്ചാലും നമുക്കാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചിട്ടുള്ള വള്ളിയാട്ടോ എന്തായാലും നന്നായിട്ട് പടർന്ന് മേളിലേക്ക് അങ്ങ് കയറിയിരിക്കും കേട്ടോ. ആശാൻ മേളിലേക്ക് കയറി ഇതാ തൂങ്ങി കിടക്കും കേട്ടോ. നന്നായിട്ട് ഉണ്ടായിട്ട് നമുക്ക് അത്യാവശ്യം മൂത്ത് പഴുത്ത് നോക്കിയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ തോട്ടിക്കത്തിയാണ്. നമ്മുടെ പറമ്പിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനം തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഈ ശീമക്കൊന്നയുടെ ആയാലും മുരിക്കിൻ്റെ ആയാലും ഒക്കെ കമ്പൊക്കെ ഇറക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചപ്പൊക്കെ ഇറക്കാനുള്ള ഈ ഒരു തോട്ടിക്കത്തി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് വെട്ടി ഇതാക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വലിച്ച് അത്യാവശ്യം നല്ല മൂർച്ചയും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് ഒന്ന് പറിച്ചെടുക്കട്ടെ. നല്ല രീതിയിൽ ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ഇതാ മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും കൂടെ. നമുക്ക് എന്തായാലും പെട്ടെന്ന് കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് പാഷൻ ഫ്രൂട്ട് ഒന്ന് പറിച്ചെടുക്കട്ടെ. താഴ്ച അടിയിട്ടുണ്ട്. അപ്പോൾ 2-3 വെറൈറ്റി പാഷൻ ഫ്രൂട്ട് ഉണ്ട്. നമ്മുടെ കരുതാ ഈ ഒരു വെറൈറ്റിയാണ്. പഴുത്ത് കഴിഞ്ഞത് നല്ല മഞ്ഞ കളറാവുന്നതാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാട്ടോ. അപ്പോൾ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ള സംഭവമാണല്ലോ. ഞാനിപ്പോൾ പഴുത്തത് മാത്രമേ കേട്ടോ പറിക്കുന്നുള്ളൂ. നമ്മൾ അടുത്ത ആളെയും താഴെ ഇട്ടിട്ടുണ്ട് വീട്ടിൽ. നമ്മൾ കുറച്ച് നേരത്തെ പോയ സ്ഥലവും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നന്നായിട്ട് ആ ഒരു ഭാഗത്തേക്ക് കോട ഇറങ്ങി തുടങ്ങിയിട്ട്
ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ടോന്നത് നമ്മൾ കാപ്പിയുടെ ആട്ടോ പടർത്തി വിട്ടിട്ട് നോക്കി കാപ്പിയുടെ ഇലയൊന്നും കാണാത്ത രീതിയിൽ ഇപ്പോൾ താഴേക്ക് തൂങ്ങിത്തൂങ്ങി കിടക്കുന്നത്. ഇത് അങ്ങേ അറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ കാടും ഇഞ്ചിയുടെ കണ്ടൊക്കെ ആയതുകൊണ്ട് എവിടേക്ക് വീഴുമെന്ന് എനിക്ക് അറിയില്ല. അവിടെ തന്നെ വീണ്. ഉള്ളിലേക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഇതാ മൂത്ത് വരുന്നതേ ഉള്ളേ. നമുക്ക് എന്തായാലും പഴുത്തത് മാത്രം പറിക്കാം കേട്ടോ. വായുവൊക്കെ ഇങ്ങനെ എന്താ പറയുക, നീരാവി ഇങ്ങനെ മേളിലേക്ക് പറന്നു പോലും അതേ രീതിയിലാട്ടോ അപ്പുറത്ത് കൂടെയൊക്കെ നമുക്ക് കോട ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു പുക ഇങ്ങനെ പറന്നു പോണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് എന്താ രണ്ടെണ്ണം ഉണ്ടേ, രണ്ടും ചടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും മതി കേട്ടോ. നമുക്ക് പഴുത്ത് ഇതാ കുറച്ചൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് പഴുക്കട്ടെ കേട്ടോ. ഒരുപാടൊന്നും ഇല്ല കേട്ടോ പഴുത്തത്. ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ. കുറച്ച് മാറ്റി വെക്കാം നമുക്ക്. എന്തായാലും കുറച്ച് ഇണ്ടിട്ട് നമ്മൾ പറിച്ചെടുത്തൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാം. ഇനി എല്ലാത്തിൻ്റെ അറ്റത്താരും ഞെട്ടോട് കൂടിയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും പഴുത്തത് മാത്രമാണ് കേട്ടോ പറിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ കൂടി ഒരു 3-4 വീടെടുക്കുന്നത് കുറേ ദിവസമായും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പറിച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാം. അപ്പോൾ നോക്കി നല്ല മഞ്ഞ കളറായിട്ടുണ്ടല്ലേ ഈ ഒരു പാഷൻ ഫ്രൂട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെടിയിൽ തന്നെ നിന്ന് പഴുത്തത് കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മൂത്ത് നോക്കിയിട്ട് പറിച്ചിട്ട് നമുക്ക് പഴുപ്പിക്കും കൂടി ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കാരണം ഒരു മരത്തിൽ തന്നെ നിന്ന് ആ ഒരു നമുക്ക് ഒരു കൃത്രിമമായിട്ടൊന്നും ചെയ്യാതെ ഒറിജിനലായിട്ട് അങ്ങ് പഴുത്തതാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പറന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ കോട. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം ഫുള്ള് കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒട്ടും കാണാത്ത രീതിയിലാവട്ടെ. കാരണം അത്രത്തോളം നമ്മുടെ ആ ഒരു പറമ്പിൻ്റെ ഉള്ളിലേക്കാണ് ഫുള്ള് കോട ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മേളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ നിന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ കോട ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി വരും. എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പുമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴ ഇപ്പോൾ വരുന്നതല്ല, ചെറിയ രീതിയിൽ ചാറ്റലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും പാഷൻ ഫ്രൂട്ടാണ് നമ്മൾ പറിച്ചെടുത്തുള്ളത്. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാലും ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി അതുകൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പോൾ എന്നാലും അതുകൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.